ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേക്ക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബൈനറി നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ബൈനറിയെ ഡെസിമൽ ആക്കുന്നത് എങ്ങനെയാണ്, തിരിച്ച് ഡെസിമലിനെ എങ്ങനെയാണ് ബൈനറി ആക്കുന്നതെന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർക്കാണ്, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തേൽ നമുക്ക് ഒരു ബൈനറി നമ്പറിനെ എങ്ങനെയാണ് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഒക്ടൽ നമ്പർ എന്ന് വെച്ചാൽ ബേസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. അപ്പോൾ ഞാൻ ബൈനറിയുടെ പറഞ്ഞു മുമ്പ് ബേസ് 2 ആണ്. അതുപോലെ ഡെസിമലിൻ്റെ ബേസ്, അതായത് നമ്മൾ താഴെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ, അതിൻ്റെ താഴെ ഡിനോട്ട് ചെയ്യുന്ന നമ്പറാണ് ടു ദ ബേസ് എന്ന് പറയുന്നത്. ഡെസിമലിനാണെങ്കിൽ ടു ദ ബേസ് 10 ആയിരിക്കും. ഒക്ടലിനാണെങ്കിൽ ടു ദ ബേസ് 8 ആയിരിക്കും. ഒക്ടൽ നമ്പറിൻ്റെ എപ്പോൾ ഔട്ട്പുട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാലും അതിനകത്തെ ഡിജിറ്റ്സ് 0 മുതൽ 7 വരെ കാണത്തുള്ളൂ. അതാണ് ഒക്ടൽ നമ്പർ. 0 തൊട്ട് 7 വരെ, അത് ഏത് 3 ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, ഏത് 4 ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ, ഏതാണെങ്കിലും അതിനകത്തെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും 0 to 7 റേഞ്ചിലേ വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബൈനറി നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനെ ആദ്യം ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ ഡെസിമലിനെയാണ് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏതൊരു ബൈനറി നമ്പർ നിങ്ങൾക്ക് കിട്ടിയാലും അതിനെ ആദ്യം ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ബൈനറി എങ്ങനെയാണ് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ അതായി 1011 ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ഇപ്പോൾ അതാ 1011 എന്നുള്ളതാണ് നമ്മുടെ ബൈനറി നമ്പറെങ്കിൽ അത് ബാക്കിൽ നിന്നാണ് നമ്മൾ റീഡ് ചെയ്ത് തുടങ്ങേണ്ടത്. ആദ്യം ആ നമ്പർ എടുത്ത് എഴുതുക, എന്നിട്ട് അതിൽ ഓരോ ഡിജിറ്റിനെയും 2ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ലെഫ്റ്റിലോട്ടാണ് 2ന്റെ പവർ കൂടി വരുന്നത്. ആദ്യം 1നെ 2 to the power of 0, അടുത്ത നെക്സ്റ്റ് 1നെ 2 to the power of 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ 2 to the power of 2, 2 to the power of 3, അങ്ങോട്ടുണ്ട് 2 to the power of 4, 5, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് എഴുതുക. ബാക്കിലോട്ട് എഴുതുമ്പോൾ 2ന്റെ പവർ കൂടി കൂടി വരണം, തിരിച്ച് എഴുതി വെക്കരുത്. എന്നിട്ട് ഈ കിട്ടുന്നതിനെ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറാണ് നമ്മുടെ ഡെസിമൽ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആദ്യം ബൈനറി എങ്ങനെയാണ് ഡെസിമലിലോട്ട് ആക്കുന്നതെന്നുള്ള കോഡ് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ജാവ പ്രൊജക്റ്റ് ഇവിടെ ഇല്ല, ജസ്റ്റ് അതറിൽ പോയിട്ട് ജാവ പ്രൊജക്റ്റ് ഒന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഒക്ടൽ പ്രോജക്റ്റ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക, ഡോൺ ക്രിയേറ്റ്. ഇനി ഇതിനകത്ത് ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ബൈനറി ടു ഒക്ടൽ എന്ന് കൊടുക്കാം. ഓക്കെ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ നമ്പർ, അതായത് ഏത് ബൈനറി, ഇപ്പോൾ 110 എന്നുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ ആ നമ്പറിനെ വാങ്ങിയിട്ട് നമ്മൾ ആദ്യം ബൈനറി നമ്പറിനെ നമ്മൾ വാങ്ങിയിട്ട് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം, സിസ് ഔട്ടിൽ നമ്മൾ കൺസോളിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിക്കണം. എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കുക, എന്നിട്ട് സ്കാനർ ക്ലാസ് വെച്ചത് വാങ്ങിക്കുക. സ്കാൻ ഈക്വൽസ് ന്യൂ സ്കാനർ സിസ്റ്റം .in എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇൻറ്റിജറിനെ വാങ്ങിക്കുക. ഇൻറ്റ് നം ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഇവിടെ സ്കാനർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഒരു എറർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പറിനെ നമ്മൾ വാങ്ങിച്ചു. നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുണ്ട് നമ്മുടെ നമ്പർ. ഇനി എന്താണ് കണ്ടീഷൻ, വൈൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആവുന്നവരെ നമ്മുടെ ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റിനെയാണല്ലേ ആദ്യം എടുക്കേണ്ടത്, ബാക്കിൽ നിന്നാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ലാസ്റ്റ് ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ആ കിട്ടിയ നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ റിമൈൻഡർ എടുക്കണം അല്ലേ. അപ്പം നമ്മൾ ഏത് നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്കൊരു ഹരണഫലവും കിട്ടും, ശിഷ്ടവും കിട്ടും, അതായത് കോഷ്യൻറ്റും റിമൈൻഡറും കിട്ടും. നമുക്കപ്പോൾ റിമൈൻഡറാണ് എടുക്കേണ്ടത്. എന്നിട്ട് കോഷ്യൻറ്റും നമ്മൾ എടുക്കണം. എന്തിനാണ്, വീണ്ടും നെക്സ്റ്റ് പാസ്സിൽ ഈ 101 എന്നുള്ള നമ്പറാണ് നമ്മൾ പിന്നെ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അടുത്ത 1 കിട്ടും. ഓക്കെ, അപ്പോൾ ആ റിമൈൻഡർ എടുത്തു. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്പറായിട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടത് 10 ആണ്. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിനെ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ഡിജിറ്റിനെ എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മോഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കോഷ്യൻറ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻറ്റും, മോഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡറുമാണ് കിട്ടുന്നത്. അപ്പോൾ 1 എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10 കൊണ്ട് മോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നം മോഡ്
10 ചെയ്തു. ഈ നമ്മോട് 10 ചെയ്ത് എവിടെയെങ്കിലും നമുക്ക് സേവ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിമൈൻഡർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ കൊടുക്കുകയാണ്. റിമൈൻഡർ ഈക്വൽ ടു നമ്മോട് 10. ഇതിപ്പോൾ റിമൈൻഡർ എന്നുള്ളത് ഞാൻ കൊടുത്തു. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മുടെ 1 എന്നുള്ള വേരിയബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് 1 എടുത്തു. ഇനി എന്താണ്? ഇപ്പോൾ 1 എടുത്തു കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് ഈ 1 എടുക്കണം എന്നുണ്ടെങ്കിൽ പുതിയ നമ്പറായിട്ട് നമ്മൾ പാസ് ചെയ്യേണ്ടത് ഈ 101 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇതിൻ്റെ കോഷ്യൻ്റ് ഇപ്പം നമുക്ക് 101 കിട്ടിയില്ലേ. അപ്പോൾ 101 നമ്മൾ പുതിയ നമ്പറായിട്ട് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പം നമ്പർ ഈക്വൽ ടു നമ്പർ ബൈ 10 കൊടുക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിനകത്ത് 1 കാണും. ഈ നമ്പർ ബൈ 10 ചെയ്യുമ്പോൾ ഇനി ബാലൻസ് നമ്പർ 101. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പം ഈ 1 എന്നുള്ള ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തു. ഇനി അതിനെ 2 power 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ആദ്യത്തെ പാസിൽ നമ്മൾ 2 power 0 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പവറിന് വേണ്ടിയിട്ട് ചെയ്യാനൊരു ഫംഗ്ഷൻ ഉണ്ട്. മാത്ത് ഡോട്ട് പവർ ഓഫ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് എന്തിൻ്റെ പവറാണ്? 2 power 0 അല്ലേ. അപ്പം 2 power 0 എന്നല്ല നമ്മളിവിടെ കൊടുക്കേണ്ടത്. കാരണം ഓരോ പാസിലും 2ൻ്റെ പവർ കൂടിക്കൂടി വരികയല്ലേ. I എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ഐക്കകത്ത് ഓരോ വാല്യൂസ് 0, 1, 2 അങ്ങനെ കൊടുത്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇൻറ്റ് I ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാസ് വരുമ്പോൾ ഇവിടെ 0 എന്നുള്ള വാല്യൂ വരും. മനസ്സിലായോ? ഇനിയിപ്പോൾ എന്താണ്? നമുക്ക് ഇപ്പോൾ 1 എടുത്തു, 2 power 0 എടുത്തു. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ 1 എന്നുള്ള വാല്യൂ റിമൈൻഡറിലുണ്ടല്ലോ. അപ്പോൾ റിമൈൻഡർ ഇൻറ്റു ഇതൊന്ന് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ്? ഇത് കഴിയുമ്പോൾ ഇപ്പോൾ 1 × 2 power 0 ചെയ്തു. ഇനി അവസാനം എന്താണ്? റിസൾട്ട് എല്ലാം കൂടെ പ്ലസ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് പ്ലസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വേറൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഇൻറ്റ് ഡെസിമൽ ഈക്വൽ ടു 0 ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഡെസിമലിനകത്തോട്ട് നമ്മുടെ ഓരോ തവണയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ്. അതായത് ഇപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ റിമൈൻഡറിനകത്ത് 1 ഉണ്ട്. 1 × 2 power 0 എന്ന് വരും. അതിനെ ഈ ഡെസിമലിനകത്തോട്ട് ആദ്യത്തെ ഐട്രേഷനിൽ ആഡ് ചെയ്യും. അടുത്ത തവണ വരുമ്പോൾ 1 × 2 power, ഇപ്പോൾ 1 എന്നാണ് വരുന്നതെങ്കിൽ ആ ഡെസിമലിനകത്ത് ഇപ്പോൾ ഏത് വാല്യൂ ആണോ ഉള്ളത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വേണ്ടേ നമുക്ക് കൊടുക്കാൻ. വീണ്ടും ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഒരു എറർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇൻഡായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. ഈ I എന്നുള്ള വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ആദ്യത്തെ പാസിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. നെക്സ്റ്റ് പാസിൽ ഈ Iയുടെ വാല്യൂ 1 ആയിരിക്കും, 2 ആയിരിക്കും, അങ്ങനെ. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സിസ് ഔട്ട് ഡെസിമൽ കൊടുക്കാം. അപ്പം നമ്മളിത് റൺ ചെയ്യാണ്. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ, എൻ്റർ എ നമ്പർ. അപ്പം നമ്മൾ എന്താണ് നമ്പർ കൊടുക്കുക? 110 എന്ന് കൊടുത്തു. അപ്പോൾ 6 കിട്ടി. 110യുടെ നമ്പർ എത്രയാണ്? 6. ഇനി എക്സാമ്പിളിലുള്ളത് കൊടുക്കാം. 1011. നമുക്ക് 11 കിട്ടുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ റൺ ചെയ്യാണ്. 1011 ദാ 11 കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ പകുതി സ്റ്റെപ്പേ കഴിഞ്ഞുള്ളൂ. നമ്മൾ ബൈനറിയെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഈ ഡെസിമലിനെ വേണം ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡെസിമലിനെ ഒക്ടലാക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഡെസിമൽ നമ്പർ കിട്ടിയല്ലോ. ഇതിപ്പോൾ വേറൊരു നമ്പറിൻ്റെയാണ് ഞാൻ ഒക്ടൽ കൺവേർഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 85 എന്ന് പറഞ്ഞൊരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഒക്ടലാക്കാമെന്നാണ്. ഒക്ടൽ എന്ന് പറഞ്ഞപ്പോൾ ബേസ് 8 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് റിമൈൻഡർ ആണ് ഈ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് മുമ്പ് നമ്മൾ ബൈനറിക്ക് എഴുതിയോണം തന്നെ താഴേന്ന് മുകളിലോട്ട് എഴുതുക. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴേന്ന് നമ്മൾ മുകളിലോട്ടാണ് എഴുതേണ്ടത്, മുകളിൽ നിന്ന് താഴോട്ടല്ല. പിന്നെ എഴുതുമ്പോൾ നമ്മുടെ ഈ വാല്യൂസ് കണ്ടോ, 0 തൊട്ട് 7 വരെയുള്ള റേഞ്ചിലെ വാല്യൂസേ വരത്തുള്ളൂ ഒക്ടലിനകത്ത്, 8 വരത്തില്ല. അപ്പം നമ്മൾ ഇതിങ്ങനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ മുമ്പത്തെ ബൈനറി കൺവേർഷനിൽ ചെയ്തല്ലോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുന്നത്. അതിന് പകരം 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ റിമൈൻഡറിനെ എടുക്കുക. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ ഒക്ടൽ, നമ്മുടെ ഡെസിമൽ നമ്പർ ഉണ്ടല്ലോ. ഇനി എന്താണ് കണ്ടീഷൻ? വൈൽ ഡെസിമൽ ഗ്രേറ്റർ ദാൻ 0, അതായത് 0യേക്കാൾ ഗ്രേറ്റർ ആവുന്നവരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യുക.
അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 85 എന്ന് പറഞ്ഞ നമ്പറാണ് സപ്പോസ് ഇപ്പോൾ ഡെസിമലിനകത്തുള്ള വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, അതിനെ നമ്മൾ 8 കൊണ്ട് മോഡ് ചെയ്യണം. അപ്പോഴല്ലേ മോഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് റിമൈൻഡർ കിട്ടത്തുള്ളൂ. അപ്പം ഡെസിമൽ നമ്പർ മോഡ് 8 ചെയ്യണം. എന്നിട്ട് നമുക്ക് റിമൈൻഡർ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 6 എന്നുള്ളൊരു വേരിയബിൾ എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ആ 8ന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് ഈ റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മുടെ ആ കിട്ടുന്ന കോഷ്യന്റിനെ വീണ്ടും നമ്മൾ 0 ആവുന്നത് വരെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിടികിട്ടിയോ? അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെസിമൽ ഈക്വൽ ടു ഡെസിമൽ ബൈ 8, അതായത് പുതിയ നമ്പർ ആ ബൈ 8 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തില്ലേ, അതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിമൈൻഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്ട്രിങ് നമ്മൾ കൊടുക്കുകയാണ്, സ്ട്രിങ് ഒക്ടൽ. എന്നിട്ട് അത് നള്ളാക്കി ഇടുകയാണ്. എന്നിട്ട് ഓരോ തവണയും നമ്മുടെ റിമൈൻഡറിനെ ഈ ഒക്ടൽ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒക്ടൽ ഈക്വൽ ടു ആർ പ്ലസ് ഒക്ടൽ. ഓക്കെ, അപ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഒക്ടൽ ഈക്വൽ ടു ഒക്ടൽ പ്ലസ് ആർ എന്നായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മുടെ ഏത് ഒക്ടൽ നമ്പറാണോ കിട്ടുന്നത് അത് റിവേഴ്സ് ഓർഡറിലെ പ്രിന്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് ആർ പ്ലസ് ഒക്ടൽ എന്ന് കൊടുക്കുക. മനസ്സിലായോ? ഇനി ഇവിടെ വെളിയിൽ വന്നിട്ട് സിസ് ഔട്ടിനകത്ത് നമുക്കിത് പ്രിന്റ് ചെയ്യാം, ഒക്ടൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. Enter binary number 11011, octal number 33. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.